എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കാക്കാഷിയും ഒബീട്ടോയും അവർ രണ്ടുപേരും സാസുകയെയും നറൂട്ടോയെയും രക്ഷപ്പെടുത്താൻ അങ്ങനെ അവർക്ക് നേരെ എടുത്ത് ചാടുകയാണ്. റിന്നാണെങ്കില് അവർ രണ്ടുപേരെയും പിടിച്ചു വലിച്ച് ഒന്നിപ്പിക്കുന്നതായിട്ട് അവർക്ക് തോന്നും. കാക്കാഷി ആണെങ്കില് ആ റാഡിനെ നോക്കി നിൽക്കുന്ന സമയം ഒബീട്ടോ കാമുയി ജിപ്സ് ഉപയോഗിച്ച് കാക്കാഷിക്ക് നേരെ വന്ന ആ ഒരു റാഡ് അതിനെ ടെലിപ്പോർട്ട് ചെയ്യും. പക്ഷെ എന്താ, ഒബീട്ടോയ്ക്ക് നേരെ വന്ന ആ റാഡ് അതിപ്പോ അവന്റെ വയറ്റില് അങ്ങനെ കുത്തി ഇറങ്ങും. കാക്കാഷി ഷോക്കായി ഒബീട്ടോയെ നോക്കി നിൽക്കും. അപ്പൊ ഒബീട്ടോ പറയും, കാക്കാഷി, എനിക്ക് റിന്നിന്റെ അടുത്തേക്ക് പോകണം, നീ കുറച്ചു കാലം കൂടെ ഇവിടെ ഉണ്ടാവണം, എന്നിട്ട് നീയും ഞങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് അവനിപ്പോ പതിയെ പതിയെ കുറേശ്ശെ തകരാനായിട്ട് ആരംഭിക്കും. അതേസമയം ഇവിടെ ബ്ലാക്ക് സെറ്റ്സു അവൻ കാഗുയയോട് പറയും, നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്ത ടൈം സ്പേസിലേക്ക് പോകണം. അമ്മയുടെ പവർ അത് ബൂസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനാവില്ല. ഇവിടെ കാക്കാഷി ആണെങ്കിൽ ഒബീട്ടോയോട് ദേഷ്യപ്പെട്ട് ചോദിക്കും, നീ എന്താ ചെയ്തേ? എനിക്കും നിന്നോടൊപ്പം വന്നേ പറ്റൂ. അതിന് ഒബീട്ടോ പറയും, നീ ഇപ്പോ എന്റെ കൂടെ വരാൻ സമയമായിട്ടില്ല. ഇപ്പൊ നറൂട്ടോയ്ക്കും സാക്കുറയ്ക്കും നിന്റെ സഹായം ആവശ്യമാണ്. നിനക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. നറൂട്ടോ, സാസുക, നിങ്ങൾ രണ്ടുപേരും സ്ട്രോങ് ആയിട്ടിരിക്കണം. ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുതെന്ന് പറയുമ്പോ ഇപ്പൊ നറൂട്ടോയും സാസുകയും അവർ പതിയെ എഴുന്നേറ്റ് ഒബീട്ടോയുടെ അടുത്തേക്ക് വരും. നറൂട്ടോ ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഒബീട്ടോയെ ഹീൽ ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ട് ബ്ലാക്ക് സെറ്റ്സു അവൻ ചിരിക്കും. നീ എന്ത് കരുതി ഞങ്ങളുടെ റാറ്റ് പവർ അത്ര മോശമാണെന്നോ? നിനക്കൊരു കാര്യം അറിയോ ഒബീട്ടോ, അവൻ ഓൾമോസ്റ്റ് മുഴുവനായിട്ടും തകർന്നു കഴിഞ്ഞു. ഇനി നിന്നെ കൊണ്ടൊന്നല്ല ആരെ കൊണ്ടും അവനെ രക്ഷിക്കാനായിട്ട് കഴിയില്ല. നറൂട്ടോ, നിനക്കൊരു കാര്യം അറിയോ? നിങ്ങളിപ്പോ അനുഭവിക്കുന്ന പ്രശ്നങ്ങള് അത് മുഴുവൻ ഉണ്ടാക്കിയവനെയാണ് നീ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒബീട്ടോ ഒരു ബിഗ് ഫെയിലിയർ ആണ്. ജീവിതത്തില് എല്ലാം നഷ്ടപ്പെട്ടവൻ. ഇപ്പൊ നിങ്ങളെ ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടതും അവൻ തന്നെയാണ്. ഒബീട്ടോയെ ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാം. അവൻ സ്വന്തമായിട്ട് ഒരു ക്യാരക്ടർ പോലും ഇല്ലാന്ന് പറഞ്ഞ് ബ്ലാക്ക് സെറ്റ്സു ആണെങ്കിൽ ഒബീട്ടോയെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. നറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് പല്ല് കടിക്കും. ഒബീട്ടോ നറൂട്ടോയോട് പറയും, അതെ, അവൻ പറഞ്ഞതൊക്കെ സത്യമാണ്. എനിക്ക് എന്റെ ലൈഫില് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഫ്ലാഷ് ബാക്കില് റിന്നിനെ ആലോചിക്കും. ഫ്ലാഷ് ബാക്കില് അവൻ റിന്നിനെ അങ്ങനെ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുകയാണ്. അവൻ റിന്നിനോട് പറയും, നമ്മൾ മാത്രമുള്ള ഒരു സമാധാന ലോകം ഞാൻ ക്രിയേറ്റ് ചെയ്യും. അവിടെ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും എന്ന് പറഞ്ഞ് ഒരുപാട് ദേഷ്യത്തില് അവൻ കാക്കാഷി ആലോചിക്കും. അതിനുശേഷമാണ് മാതുര അവനെ കൺട്രോൾ ചെയ്തത്. മാതുര പറയും, ഇന്നു മുതൽ നീയാണ് മാതുര എന്ന പേരില് ലോകം മുഴുവൻ അറിയപ്പെടുക. എനിക്ക് റീവൈവ് ആവാൻ ഒരുപാട് സമയം ആവശ്യമാണ്. അതുവരെ എനിക്ക് പകരക്കാരനായി നീ ഉണ്ടാവണം. അങ്ങനെയാണ് ഒബീട്ടോ അവൻ പുറത്തേക്ക് പോയി ആക്കാസ്കെ ടീമിൽ ചേരുന്നത്. ഒബീട്ടോ യായിക്കോട് പറയും, സമാധാനം മാത്രം നിലനിൽക്കുന്ന വലിയൊരു ലോകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ അവിടേക്ക് കൊണ്ടുപോകും. പക്ഷെ അവരാണെങ്കിൽ ഒബീട്ടോ പറയുന്നത് കേൾക്കാൻ തയ്യാറാവില്ല. അവരവിടുന്ന് നടന്നു നീങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവരിപ്പോ ഒറ്റക്കെട്ടായി മാറി യാഗുറെ കൺട്രോൾ ചെയ്യാൻ അവന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം ഒബീട്ടോ ആ 9 ടൈലിനെ കൊണ്ടുവന്ന് ഇപ്പൊ ലീഫ് വില്ലേജ് തകർത്തോണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ഒബീട്ടോ അവൻ ചെയ്ത ഓരോ തെറ്റുകളായിട്ട് ഇപ്പൊ എണ്ണി ആലോചിക്കും. ഒബീട്ടോ 9 ടൈലിനെ ഇറക്കി ആ ഗ്രാമം മുഴുവൻ തല്ലി തകർക്കുമ്പോഴായിരിക്കും ഒബീട്ടോയെ തടയാൻ സാക്ഷാൽ മിനട്ടോ ആൾ അവിടേക്ക് എത്തുക. ലീഫ് വില്ലേജിലെ 4th ഹോക്കാഗ അത് മിനട്ടോ ആണെന്നറിഞ്ഞ ഒബീട്ടോ അവൻ ഷോക്കാവും. ഒബീട്ടോ ടെയിൽഡ് ബീസ്റ്റ് ബോംബ് ഉണ്ടാക്കി ഇപ്പൊ കറക്റ്റായി മിനട്ടോയെ അറ്റാക്ക് ചെയ്യും. പക്ഷെ മിനട്ടോ ആൾ സിമ്പിളായി ആ ഒരു ബോംബ് അത് ടെലപ്പോർട്ട് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ദിവസങ്ങൾ കടന്നു പോകുന്തോറും അക്കാസ്കെ ടീം അത് വലുതായിക്കൊണ്ടേയിരിക്കും. യായിക്കോ ആയിരിക്കും ആ ടീം ലീഡർ. ഒബീട്ടോ അവൻ പതിയെ ഒതുങ്ങി നിൽക്കാനായിട്ട് ആരംഭിക്കും. പിന്നീട് അക്കാസ്കെ ടീം അവർ ഓരോരോ ടെയിൽഡ് ബീസ്റ്റുകളെയായി കളക്ട് ചെയ്യാൻ ആരംഭിക്കും. ഗാരയുടെ ബോഡിയിൽ നിന്ന് അവന്റെ ടെയിൽഡ് ബീസ്റ്റിനെ അബ്സ്ട്രാക്ട് ചെയ്തെടുത്തത് 4th നിഞ്ച വാർ അത് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അവൻ ചെയ്ത തെറ്റുകള് അതൊന്നൊന്നായി അവൻ എണ്ണി ആലോചിക്കും. കബൂട്ടോ അവൻ റിയാനിമേഷനിലൂടെ മരിച്ചുപോയ പലരെയും തിരികെ കൊണ്ടുവന്ന് കാണിച്ചു. അവൻ ആദ്യമായി മാതുരയുടെ യഥാർത്ഥ രൂപം കണ്ട് ഷോക്കാവും. പിന്നീടാണ് 4th നിഞ്ച വാർ അത് സ്റ്റാർട്ടായി ഒബീട്ടോയും മാതുരയും കളത്തിലിറങ്ങുക. അവൻ ആ 10 ടൈലിനെ ഉപയോഗിച്ച് നിരപരാധികളായ ഒരുപാട് ജനങ്ങളെ തല്ലി കൊന്നു. കട്ട് ചെയ്ത ഒബീട്ടോ അവൻ ബ്ലാക്ക് സെറ്റ്സുവിനോട് പറയും, ബ്ലാക്ക് സെറ്റ്സു, നീ പറഞ്ഞതെല്ലാം സത്യമാണ്. ഞാൻ ഓൾറെഡി ഒരുപാട് തെറ്റ് ചെയ്തു. ഇനിയും
ഞാനിവിടെ ജീവിക്കാൻ യോഗ്യനല്ല. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ സാസുവയ്ക്ക് അവന്റെ വിഷ്വൽ പവർ അത് തിരികെ കിട്ടും. അവൻ ചാടി വന്ന് കാഗുയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവൾ ഞൊട്ടിയിടയിൽ ടൈം സ്പേസ് ചേഞ്ച് ചെയ്ത് പഴയ ടൈം സ്പേസിലേക്ക് പോവും. അത് കാണുമ്പോൾ തന്നെ സാക്കുറ പറയും, ഇത് ആക്ച്വലി ആ മെയിൻ ടൈം സ്പേസ് ആണ്. ഈ ഒരു ടൈം സ്പേസിലാണ് ബാക്കിയുള്ള എല്ലാ ടൈം സ്പേസും കണക്റ്റ് ആയി കിടക്കുന്നത്. ഉടനെ സാസുക അവൻ നറൂട്ടോട് പറയും, ഇത്തവണ നീ എനിക്ക് ബാക്കപ്പായി നിന്നാ മതി. കാഗുയെയും ബ്ലാക്ക് സെറ്റ്സുനെയും അവരെ രണ്ടുപേരെയും ഞാൻ തകർക്കുമെന്ന് പറഞ്ഞ് അവൻ പറന്ന് മുൻപോട്ട് പോവും. നറൂട്ടോ ആണെങ്കിൽ ഫുൾ ഫോഴ്സ് കൊടുത്ത് ഒബീട്ടോയെ ഹീൽ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ പതിയെ പതിയെ ഒബീട്ടോ അവനങ്ങനെ തകർന്നുകൊണ്ടിരിക്കും. ഒബീട്ടോ നറൂട്ടോട് പറയും, നീ ഇനിയും എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടരുത്. വളരെ ബാഡ് ആയിരുന്ന എന്റെ ചിന്താഗതിയെ അതിനെ മുഴുവനായിട്ടും ചേഞ്ച് ചെയ്തത് നീയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഒബീട്ടോ അവന്റെ ചെറിയ വയസ്സിലെ മെമ്മറീസ് അത് ഓർക്കാനായിട്ട് തുടങ്ങും. അവൻ രാവും പകലും കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് റിൻ അവനോട് ചോദിക്കും, യു ആർ അൺബിലീവബിൾ, നീ ഇപ്പോഴും ട്രെയിനിങ് എടുത്തോണ്ടിരിക്കുകയാണോ? അത് കേട്ട് ഒബീട്ടോ ചിരിക്കും. ഞാൻ നിനക്ക് വാക്ക് തന്നതല്ലേ, ഉറപ്പായിട്ടും വലുതാവുമ്പോ ഞാനൊരു ഹൊക്കാഗെയായി മാറുമെന്ന്. അതിനിനിയും ഞാൻ സ്ട്രോങ് ആവണം. അതിനുവേണ്ടിയാണ് ഈ കഷ്ടപ്പാടും ട്രെയിനിങ്ങും ഒക്കെ എന്ന് പറഞ്ഞ് അവൻ അവളെ നോക്കി അങ്ങനെ ചിരിക്കും. കട്ട് ചെയ്ത പ്രസന്റില് ഒബീട്ടോ നറൂട്ടോട് പറയും, നറൂട്ടോ നീയാണ് എന്റെ കണ്ണ് തുറപ്പിച്ചത്. തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും സെയിം ആണ്. നമ്മൾ രണ്ടുപേരും ചെറുപ്പം മുതലേ ഒറ്റപ്പെട്ടാണ് വന്നത്. നിന്നെപ്പോലെ തന്നെ ഞാനും കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരുന്നു. എന്റെ ആഗ്രഹവും നിന്നെപ്പോലെ തന്നെ ഒരു ഹൊക്കാഗെയായി മാറണം എന്നായിരുന്നു. പക്ഷെ എപ്പോഴോ എല്ലാം തകിടം മറിഞ്ഞു. അതിനുശേഷം ഇരുട്ടിലേക്ക് വീണുപോയ എന്റെ കണ്ണ് തുറപ്പിച്ചത് നീയാണ്. ഒബീട്ടോ വീണ്ടും അടുത്തൊരു ഇമാജിനേഷനിലേക്ക് പോവും. ആ ഒരു ഇമാജിനേഷനില് ഒബീട്ടോയും കാക്കാഷിയും അവർ രണ്ടുപേരും റിന്നിന്റെ കല്ലറയിൽ നിന്ന് ഒരുപാട് സങ്കടത്തോടു കൂടെ റിന്നിനോട് സംസാരിക്കുകയാണ്. ഒബീട്ടോയെ കൊണ്ട് അവന്റെ സങ്കടവും ഇമോഷൻസും ഒന്നും തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. കാരണം അവനാണ് റിന്നിനെ ഏറ്റവും അധികം സ്നേഹിച്ചത്. അവളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചതും ഒബീട്ടോ ആണ്. അതിനുശേഷം ഒബീട്ടോ അവൻ മരിച്ചു പോകാതിരിക്കുകയായിരുന്നെങ്കിൽ ലീഫ് വില്ലേജില് അവൻ ആരായി തീരുമെന്നുള്ള കാര്യങ്ങള് ആലോചിക്കാനായിട്ട് ആരംഭിക്കും. ആദ്യം വലിയൊരു ഷിനോബിയായി തീരും, പിന്നീട് കുട്ടികളെ പഠിപ്പിക്കുന്ന നല്ലൊരു അധ്യാപകൻ, അതിനുശേഷം ലീഫ് വില്ലേജിന്റെ പരമാധികാരം ഹൊക്കാഗ. ആ ഒരു പൊസിഷനിലേക്ക് ഒബീട്ടോ എത്തുമായിരുന്നു. കാക്കാഷി ഹൊക്കാഗയുടെ വസ്ത്രങ്ങളൊക്കെ ഇപ്പൊ ഒബീട്ടോയുടെ കയ്യിൽ കൊടുക്കും. കാക്കാഷി പറയും, ഇപ്രാവശ്യം നീ എന്നെ തോൽപ്പിച്ച് ഹൊക്കാഗയായി മാറി. പക്ഷെ ഉറപ്പായിട്ടും അടുത്ത തവണ ഞാൻ തന്നെയായിരിക്കും ഹൊക്കാഗ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒബീട്ടോ അവൻ ഹൊക്കാഗയായി മാറി ഗ്രാമത്തിനു വേണ്ടി എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യും എന്നിങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് കാണിച്ചു കൊണ്ടേയിരിക്കും. ഒബീട്ടോ ആണെങ്കിൽ ഒരുപാട് ഫയലിലൊക്കെ ഒപ്പിട്ട് അവന്റെ കൈ വേദനിക്കാൻ തുടങ്ങും. ഓ മൈ ഗോഡ്, ഇത്രയും ഫയലോ? ഇനി ഒപ്പിട്ട ചിലപ്പോ എന്റെ കൈ ഒടിഞ്ഞു പോവും. അതിനുശേഷം ഒബീട്ടോ ഹൊക്കാഗ ആള് ഗ്രാമത്തിലേക്ക് ഇറങ്ങും. കുട്ടികൾക്ക് എല്ലാവർക്കും സ്വീറ്റ്സും കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്ത് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ അവൻ ചേർത്ത് പിടിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാര് നറൂട്ടോയും ടീമും അവർ ഒബീട്ടോ ഹൊക്കാഗയെ നോക്കി ഇപ്പൊ കളിയാക്കാനും കൗണ്ടർ അടിക്കാനൊക്കെ ആയിട്ട് ആരംഭിക്കും. പിന്നീട് ഗ്രാമത്തിലുള്ള എല്ലാവരും, മുതിർന്നവരും ചെറിയവരും യുവാക്കളും എന്നിങ്ങനെ എല്ലാവരും ഒബീട്ടോയെ ഒരുപാട് ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ അങ്ങനെ നോക്കി നിൽക്കും. ഒബീട്ടോയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അഭിമാനാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒബീട്ടോ അവനിപ്പോ മറ്റൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് റിൻ ഇപ്പൊ ഒബീട്ടോയുടെ കൈ അതങ്ങനെ ബാൻഡേജ് ഇട്ട് കെട്ടുകയാണ്. റിൻ അവനോട് പറയും, എന്റെ മുൻപിൽ മാത്രം നീ ഒന്നും മറച്ചു പിടിക്കാൻ ശ്രമിക്കരുത്. നിനക്ക് എന്ത് സംഭവിച്ചാലും അതെന്നോട് തുറന്നു പറയണം. എനിക്ക് നിന്നില് നല്ല വിശ്വാസമുണ്ട്. നിന്നെ കൊണ്ട് തീർച്ചയായും ഫ്യൂച്ചറിൽ ഹൊക്കാഗയായി മാറാൻ കഴിയും. ഒബീട്ടോയ്ക്കാണെങ്കിൽ അവളുടെ സ്നേഹം കാണുമ്പോൾ ഒത്തിരി സങ്കടം തോന്നും. അവൾ അവന്റെ കൈ പിടിച്ച് അവിടുന്ന് മുൻപോട്ട് ഓടും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റ് കാണിക്കും. ഒബീട്ടോ പറയും, നറൂട്ടോ നീ ഞാൻ തന്നെയാണ്. എന്റെ ആഗ്രഹം അത് നിനക്ക് നിറവേറ്റാൻ കഴിയും. നീയാണ് ശരിക്കും ഹൊക്കാഗെ ആവേണ്ടവൻ എന്ന് പറയുമ്പോ തന്നെ ഒബീട്ടോ അവൻ പൊട്ടിത്തെറിച്ച് തവിട് പൊടിയാവും. അതേസമയം മറ്റൊരു ഭാഗത്ത് സാസുകയും കാഗുയെയും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ബ്ലാക്ക് സെറ്റ്സൂനാണെങ്കിൽ ഒബീട്ടോ തകർന്നു കിടക്കുന്നത് കണ്ട് ഒരുപാട് സന്തോഷാവും. നറൂട്ടോയ്ക്കാണെങ്കിൽ അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഒബീട്ടോയെ കളിയാക്കും ചോദിച്ച് അവൻ സെക്കൻഡുകൾ കൊണ്ട് ബ്ലാക്ക് സെറ്റ്സൂന്റെ അടുത്തേക്ക് വന്ന് ബ്ലാക്ക് സെറ്റ്സൂനെ രണ്ടായി വെട്ടിയെറിയും. കട്ട് ചെയ്ത അടുത്ത സീനില്
ഹെവൻ കാണിക്കും. അവിടെ ഒബീട്ടോയും റിന്നും അവർ രണ്ടുപേരും ഒന്ന് ചേർന്നിരിക്കുകയാണ്. റിന്നു പറയും, ഇത്രയും കാലവും ഞാൻ നിനക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്, വായോ നമുക്കിവിടുന്ന് പോകാമെന്ന് പറഞ്ഞ് അവളിപ്പോ അവന്റെ കയ്യിൽ പിടിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബ്.